ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് മുളക് പറിച്ചാലോ? ഞങ്ങളിവിടെ താമസിച്ച ശേഷം ഞാനിവിടെ എനിക്ക് ആവശ്യമായ മുളകൊക്കെ ഇവിടെ തന്നെ നട്ടുണ്ടാക്കാറാണ് പതിവ്. ഇതുവരെ കടയിൽ നിന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചില സമയങ്ങളിൽ മുളക് നമ്മളെ പറ്റിച്ച് കളയും. എപ്പോഴും കാവടിക്കണം എന്നില്ല. ആ സമയത്ത് കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. എന്നാലും വളരെ കുറവാണ് വാങ്ങിക്കുന്നത്. ഇതൊരു എന്താ പറയുക, വൈറ്റുമല്ല ഗ്രീനും അല്ലാത്തൊരു ലൈറ്റ് കളറ് മുളകാണ്. നല്ല എരിവുണ്ട് ഇതിന്. ഇതിൻ്റെ ഒരു ചെടിയാണ്. പിന്നെ ഇതൊരു വയലറ്റ് മുളകാണ്, വയലറ്റ് കാന്താരി. നമ്മുടെ പച്ചക്കാന്താരി പോലെയുള്ള വയലറ്റാണിത്. നമുക്കിങ്ങനെ വിത്തിങ്ങനെ വേറെ ആരെങ്കിലുമൊക്കെ തരുന്ന സമയത്ത് നമ്മൾ നട്ടിട്ട് ഒന്നിലെ തൈ ഇങ്ങനെ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ വിത്ത് തന്നെ ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കും. കാരണം നമ്മളെ വീട്ടിൽ മിസ്സായാലും മറ്റൊരു സ്ഥലത്ത് അത് ഉണ്ടെങ്കിൽ നമുക്കതിനെ വീണ്ടെടുക്കാമല്ലോ. എൻ്റെ കയ്യിൽ 12ഓളം വെറൈറ്റി മുളകുകളുണ്ടായിരുന്നു. കുറേ മിസ്സായി പോയിട്ടുണ്ട്. ഇതൊരു വൈറ്റ് കാന്താരിയാണ്. പിന്നെ ഇത് അങ്ങാടി മുളക്, സാദാ മുളകാണിത്. ഒരു തൈ 3 രൂപയ്ക്ക് വെച്ച് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് പിരിയമുളക്, കാശ്മീരി മുളക് വാങ്ങിച്ച സമയത്ത് വിത്തിട്ടിട്ട് മുളച്ച ചെടിയിൽ നിന്നുണ്ടായതാണ്. പിന്നെ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച 3 രൂപയുടെ തൈയിലുണ്ടായ മുളകാണ്. നന്നായി വലുതാവും. ഇത് ഒന്ന് തന്നെ ധാരാളമാണ് നമുക്ക്. കണ്ടില്ലേ, നല്ല നീളം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ കുറേ എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം 3 തൈയെ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊരു നാടൻ മുളകാണ്. ഇതിന് ഭയങ്കര എരിവാണ്. ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാൻ ബെസ്റ്റാണിത്. ഒരെണ്ണം തന്നെ ധാരാളമാണ്. നല്ല ഫ്ലേവറുമാണ്, എരിവും കൂടെ ഉണ്ട് ഇതിന്.